നമസ്കാരം. റെസിപ്പീസ് ഫോർ റെസിപ്പീസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് പന വിരകിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് പനപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പൊടിയാണ്. അപ്പോൾ ഇത് 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഈ പാക്കറ്റിലെ പൊടി ഫുള്ളായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് ഞാൻ 2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന പൊടിയൊന്ന് മാറ്റി, എന്തെങ്കിലും വേസ്റ്റ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണല്ലോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും വേസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നല്ല പൊടിയൊക്കെ താഴേക്ക് ഊറി നിൽക്കും. എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അത് മുകളിൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. അപ്പോൾ ആ വെള്ളം നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അടിയിൽ നല്ല പൊടി, നമ്മൾ പനപ്പൊടി മാത്രമായിട്ട് താഴെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ പൊടിയാണ് നമ്മൾ വിരകിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് പൊടി ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ വെള്ളം ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ്. ഈ മുകളിലത്തെ വെള്ളത്തിൽ എന്തെങ്കിലും പൊടിയോ കരടൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ട് അങ്ങനെ വേസ്റ്റായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ വല്ല പൊടിയൊക്കെ മുകളിൽ ഊറി കിടക്കുന്ന ആ പൊടിയൊക്കെ നമ്മുടെ വയറ്റിലെത്തി കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പൊടി ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കി നമ്മളെടുത്ത് മാറ്റുന്നത്, വേസ്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ താഴെ ഊറി വന്നിട്ടുള്ള പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വിരകിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫായിട്ട് തന്നെയാണുള്ളത്. ഞാനിതിലേക്ക് ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 6 ചെറിയ അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത ശർക്കര പാനിയാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശർക്കര പാനി ചേർത്തപ്പം ലൈറ്റ് മധുരമായിട്ടാണുള്ളത്. അപ്പോൾ ഇത് കുറുകി വരുമല്ലോ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം പാകത്തിന് മധുരം ആയിക്കോളും. മധുരം മുന്നിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് പാകത്തിന് മധുരം ചേർത്ത് കൊടുത്താൽ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ചൊന്ന് മധുരം മുന്നിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ഇതിലേക്ക് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും അമ്മയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചിരവിയ തേങ്ങ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്, ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ താഴെ ഭാഗം മാത്രം പെട്ടെന്ന് കുറുകി അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുക്കായി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഈ സമയം വരെ വേവിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ കളറും മാറി വരും കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ശർക്കരേൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് വെച്ച് തടവി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അതവിടെ തണുത്ത് കഴിഞ്ഞപ്പോൾ പ്ലേറ്റിന് തനിയെ ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. നമ്മൾ നെയ്യ് വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തത് കാരണമാണ്. അപ്പോൾ നമ്മുടെ ഹൽവേനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായൊരു പാകത്തിനാണ് ഇതുണ്ടാവുക. ഏകദേശം ജെലിയുടെ ഒക്കെ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ഈ ഒരു പന വിരകിയത് കിട്ടുക. അപ്പം പനപ്പൊടിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ.
വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.